ടാറ്റ ബ്ലാക്ക് ബേർഡ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വെഹിക്കിളിനെ പറ്റി ഞാൻ പറയുമ്പോൾ അധികമൊന്നും പറയാനില്ല, പക്ഷേ കുറച്ചധികം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓട്ടോമോട്ടീവ് രംഗത്ത് ഒരുപാട് രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താ പറയുക, കസ്റ്റമേഴ്സിന് തന്നെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. സോ എല്ലാ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും അതിനനുസരിച്ച് തന്നെ എല്ലാ വണ്ടികളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു മോഡൽ തന്നെയാണ് നമ്മുടെ ടാറ്റ ഇറക്കാൻ പോകുന്ന ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞ വെഹിക്കിൾ. ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു വെഹിക്കിൾ എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു കുറ്റിയുറപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വല്ലാത്തൊരു, നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ബ്ലാക്ക് ബേർഡ് എന്നുള്ളത്. ബ്ലാക്ക് ബേർഡ് അല്ലെങ്കിൽ ഒരുപക്ഷെ കേവ്, ഈ രണ്ടിലേതെങ്കിലും ഒരു വേരിയൻ്റാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും ഒരു കോമ്പാക്ട് XUV ആണ്. അതുകൊണ്ട് തന്നെ XUV എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ശേഷി എന്ന് പറയുന്നത് ഒരു 4x4 എന്താ പറയുക, എല്ലാ രീതിയിലും തന്നെ ഇതിനു വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു മികച്ചൊരു വാഹനം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെഗ്മെൻറ്റിലെ മറ്റ് ജനപ്രിയ SUVകളുമായിട്ട് മത്സരിക്കാൻ ഒരുങ്ങിയാണ് ഈ ഒരു കാറ് നമ്മുടെ ടാറ്റ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടും ആരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും മറ്റ് XUVകളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റ് XUVയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ബ്ലാക്ക് ബേർഡ് നമുക്ക് തന്നിരിക്കണം. പെട്രോൾ ഡീസൽ ഓപ്ഷനുകളിൽ നമുക്ക് ടാറ്റ ബ്ലാക്ക് ബേർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. എന്തുകൊണ്ടും നമ്മുടെ ഈവൻ ടാറ്റയുടെ എൻജിൻ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു എൻജിൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം എൻജിൻ വൈസ് നോക്കുകയാണെങ്കിൽ മാരകമായി കരുത്തുറ്റൊരു എൻജിൻ നൽകുന്നതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്മിഷൻ ഭയങ്കര സ്മൂത്ത് ആയിരിക്കുമെന്നാണ് നമ്മുടെ ടാറ്റ പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബേർഡിന് ഒന്നിലധികം ഡ്രൈവിംഗ് മോഡുകളും അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ടെറൈനും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ടാറ്റ അവകാശപ്പെടുന്നുണ്ട്. ടാറ്റ ബ്ലാക്ക് ബേർഡിൻ്റെ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ ലഭ്യമായ കുറച്ച് ചിത്രങ്ങളും വീഡിയോകളും മാത്രമാണ് നമുക്ക് ഇപ്പോൾ കാണാവുന്നത്. അതിനെ അടിസ്ഥാനമാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ഈവൻ എക്സ്റ്റീരിയർ രൂപകൽപ്പന എന്ന് പറയുന്നത് വളരെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ബോൾഡ് ലൈനുകളും ഡൈനാമിക് സിലൈറ്റുകളും ഉൾപ്പെടുന്ന ഒരു കാറിൻ്റെ എക്സ്റ്റീരിയർ സൈഡ് എന്ന് പറയുന്നത് മാരകമാണ്. കാറിൻ്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുക മാത്രമല്ല മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന ഒരു എയറോഡൈനാമിക് രൂപം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ. ഏതൊരു വാഹനത്തിൻ്റെ രൂപകൽപ്പനയിൽ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് ഇപ്പം നിർബന്ധമാണ്. എന്നാൽ വിപുലമായ ബ്രേക്കിംഗ് സിസ്റ്റങ്ങളും മൾട്ടിപ്പിൾ എയർ ബാഗുകളും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ എന്നിങ്ങനെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു ടാറ്റ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രില്ലും അതിൻ്റെ കൂടെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റുകളും കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ടാറ്റ ബ്ലാക്ക് ബേർഡിന് റോഡ് പ്രസൻസ് വളരെ ഹെവി. കൂടാതെ ഡ്രൈവറുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈൻ ഡിപ്പാച്ച് സിഗ്നൽസും അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും ബ്ലൈൻഡ് സ്പോട്ടും അങ്ങനെ തുടങ്ങിയ എല്ലാ നമ്മുടെ അഡ്വാൻസ്ഡ് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ടാറ്റ ബ്ലാക്ക് ബേർഡിൽ ലഭിക്കുമെന്നാണ് നമ്മുടെ ടാറ്റ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില ഇതുവരെ ലഭ്യമല്ല. അതുപോലെ തന്നെ എക്സാക്റ്റ് ഇതിൻ്റെ ഇമേജസും നമുക്ക് ലഭ്യമല്ല. ഇപ്പം കൺസെപ്റ്റായിട്ടും അതുപോലെ തന്നെ നമ്മളെ ഗൂഗിൾ ത്രൂ കിട്ടുന്ന ഫോട്ടോസും വീഡിയോസും മാത്രമാണ് നമുക്ക് ലഭ്യം. എന്തായാലും ഒഫീഷ്യലി ഈ ഒരു വെഹിക്കിൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാ രീതിയിലും വെച്ച് നോക്കുമ്പോൾ മറ്റ് XUVകളുമായിട്ട് കോമ്പാറ്റീറ്റ് ചെയ്യാൻ വേണ്ടി മികച്ചൊരു വാഹനം തന്നെയായിരിക്കും നമ്മുടെ ടാറ്റ ബ്ലാക്ക് ബേർഡ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.